शास्त्रेषु कश्चिद्यदति सिद्धये यततामपि सिद्धाना कश्चिन्मां वेदि तत्त्वतः. ഇതിൽ പറയുന്നു, ആയിരക്കണക്കിന് മനുഷ്യന്മാർ കൂടുന്ന സമയത്ത് അതിൽ നിന്നും ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു അസുലഭ ഭാഗ്യമാണ് ഭഗവത്ഗീത പഠനം എന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേരുണ്ട്. അതിൽ നിന്ന് എന്തുകൊണ്ടാണ് എനിക്ക് ഭഗവത്ഗീത പഠിക്കാൻ സാധിച്ചത് എന്നതിന് ഒരു ഉത്തരമായാണ് ഈ ശ്ലോകം പറയുന്നത്. കാരണം പുണ്യാത്മാക്കൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു അസുലഭ ഭാഗ്യമാണ് ഭഗവത്ഗീത പഠനം എന്നത്. അപ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്ന ഈ ഒരു മഹാഭാഗ്യത്തെ പറ്റി നാം എപ്പോഴും ആലോചിക്കേണ്ടതാണ്. ഭഗവത്ഗീതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല. ഭഗവത്ഗീതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിജയം കൈവരിച്ചവരിൽ ഒരാളാണ് സുനിത വില്യംസ്. അദ്ദേഹം ബഹിരാകാശത്ത് പോകുന്ന സമയത്ത് ഭഗവത്ഗീതയുടെ ഒരു കോപ്പിയും കയ്യിലെടുത്താണ് പോയത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആത്മധൈര്യം ലഭിച്ചത് ഭഗവത്ഗീത എന്ന ഈ ഗ്രന്ഥത്തിൽ നിന്നാണെന്ന്. മഹാത്മാഗാന്ധി പറയുന്നു, ഭഗവത്ഗീതയെ ഞാൻ എൻ്റെ അമ്മയെ പോലെയാണ് കാണുന്നതെന്ന്. അതുപോലെ ഭഗവത്ഗീതയെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയും സമൂഹത്തിൽ താഴേക്ക് പോയ കാഴ്ച നമുക്ക്